ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. പാട്ടിന്റെ പൗർണമിചന്ദ്രൻ അസ്തമിച്ചു. സംസ്കാരം ശനിയാഴ്ച ചേന്ദമംഗലത്ത്. തൃശൂരിൽ പൊതുദർശനം. തൃശൂർ മലയാളികളുടെ ഭാവഗായകന് പി ജയചന്ദ്രന് 80 വിട. രാത്രി 7 മണിക്ക് പൂങ്കുന്നത്തെ വീട്ടില് കുഴഞ്ഞു വീണതിനെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 7:54 മരണം സ്ഥിരീകരിച്ചത്. അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 9 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. വെള്ളിയാഴ്ച രാവിലെ 9:30 മൃതദേഹം പൂങ്കുന്നത്ത് ചക്കാമുക്ക് തോട്ടേക്കാട്ട് ലൈൻ തറവാട് വീട്ടിലേക്ക് മണ്ണത്ത് ഹൌസ് കൊണ്ടുവരും. 12 മണി മുതൽ സംഗീത അക്കാദമി ഹാളിൽ റീജിയണൽ തിയേറ്റർ പൊതുദർശനം നടത്തും. ശനിയാഴ്ച 11-ാം തീയതി 9 മണി മുതൽ ചേന്ദമംഗലം പാലിയം തറവാട്ടിൽ പൊതുദർശനം. വൈകിട്ട് 3 മണിക്ക് പാലിയം തറവാട് ശ്മശാനത്തിൽ സംസ്കാരം. 6 പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്വരമായിരുന്ന പി ജയചന്ദ്രന്. മലയാള ചലച്ചിത്രഗാനശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും പാടിയിട്ടുള്ള ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയുമൊക്കെ ഉജ്ജ്വലമായ ഭാവപൂർണ്ണയോടെ തെളിഞ്ഞു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി 16,000-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി ബഹുമതി, 4 വട്ടം തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും ലഭിച്ചു. ഭാര്യ ലളിത, മകൾ ലക്ഷ്മി, മകൻ ഗായകൻ കൂടിയായ ദിനനാഥൻ. തൃപ്പൂണിത്തുറ കോവിലകത്തെ രവിവർമ്മ കൊച്ചിനിയൻ തമ്പുരാന്റെയും ചേന്ദമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്രകുഞ്ഞമ്മയുടെയും 3ാമത്തെ മകനായി 1944 മാർച്ച് 3 എറണാകുളത്താണ് ജയചന്ദ്രൻ ജനിച്ചത്. പിന്നീട് ഇരിങ്ങാലക്കുട പാലിയത്തേക്ക് താമസം മാറി. കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃദംഗവും പഠിച്ചു. സംഗീതപ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താൽപര്യം ജയചന്ദ്രനിലേക്ക് പകർന്നത്. സ്കൂളിലും വീടിനു സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രൻ പതിവായി പാടിയിരുന്നു. ചേന്ദമംഗലത്തെ പാലിയം സ്കൂൾ, ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ, ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രന് മൃദംഗത്തിൽ 1ാം സ്ഥാനവും ലളിതഗാനത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചു. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു 1ാമത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറി. ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രന്റെ പാട്ടുകേട്ട ശോഭന പരമേശ്വരൻ നായരും A. വിൻസെന്റും അദ്ദേഹത്തെ സിനിമയിൽ പാടാൻ ക്ഷണിച്ചു. അങ്ങനെ 1965-ൽ കുഞ്ഞാലിമരക്കാർ എന്ന സിനിമയിൽ P. ഭാസ്കരൻ എഴുതി ചിദംബരനാഥ് സംഗീതം നൽകിയ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന പാട്ട് പാടി. ആ ചിത്രത്തിന്റെ റിലീസ് വൈകിയെങ്കിലും പാട്ടുകേട്ട G. ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായിരുന്നു അത്. ആ പാട്ടാണ് ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രഗാനം. പിന്നീട് ജയചന്ദ്രൻ ജോലി വിട്ട് സംഗീതരംഗത്ത് തുടർന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, നീലഗിരിയുടെ സഖികളെ, സ്വർണഗോപുര നർത്തകി ശില്പം, കർപ്പൂരദീപത്തിൻ കാന്തിയിൽ, അഷ്ടപതിയിലെ നായികെ, തിരുവാഭരണം ചാർത്തി വിടുന്നു, കാറ്റുമൊഴുക്കും കിഴക്കോട്ട്, രാജീവനയനെ നീറങ്ങൂ, റംസാനിലെ ചന്ദ്രികയോ, നന്ദ്യാർവട്ട പൂ ചിരിച്ചു, അനുരാഗഗാനം പോലെ, ഹർഷബാഷ്പം ചുടി, ഏകാന്ത പതികൻ, ശരദിന്ദു മലർദീപനാളം, യദുകുല രതിദേവനെവിടെ, സന്ധ്യക്കെന്തിനു സിന്ദൂരം, നിന്മണിയറയിലെ നിർമ്മലയയിലെ, ഉപാസന ഉപാസന, മല്ലികപ്പൂവിൻ മധുരഗന്ധം, മധുചന്ദ്രികയുടെ ഛായതളികയിൽ, നുണക്കുഴിക്കുവിളിൽ നഖചിത്രമെഴുതും, കരിമുകിൽ കാട്ടിലെ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു കേവലമർത്യഭാഷ, പ്രായം തമ്മിൽ മോഹം നൽകി, കല്ലായിക്കടവത്തെ, വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവി, കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, നീയൊരു പുഴയായി തഴുകുമ്പോൾ, എന്തേ ഇന്നും വന്നില്ല, ആരാരും കാണാതെ ആരോമൽ തൈമുല്ല തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചലച്ചിത്രഗാനങ്ങൾ. ഒന്നിനെ ശ്രുതിതാഴ്ത്തി പാടുക പൂങ്കിയിലെ, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടന്റെ രാധേ, സ്മൃതിതൻ ചിറകിലേറി ഞാനൻ തുടങ്ങിയ ലളിതഗാനങ്ങളും ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം എന്ന ആൽബം ഗാനവും ശ്രദ്ധിക്കപ്പെട്ടു. മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദം, കെ. ഗോപാലകൃഷ്ണനെ തിരിച്ചെടുത്തു. തിരുവനന്തപുരം മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്ന വിവാദത്തെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന IAS ഉദ്യോഗസ്ഥൻ കെ. ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തു. സസ്പെൻഡ് ചെയ്തു 2 മാസം പോലും തികയുന്നതിന് മുൻപാണ് സർക്കാരിന്റെ അതിവേഗ നടപടി. വാട്സാപ്പ് ഗ്രൂപ്പ് നാൾവഴി ഒക്ടോബർ 31 മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ കെ. ഗോപാലകൃഷ്ണൻ അഡ്മിനായ വാട്സാപ്പ് ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടുന്നു. ഗ്രൂപ്പിനെക്കുറിച്ച് ഉദ്യോഗസ്ഥരിൽ പലരും ആശങ്കയറിയിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്ത ഗോപാലകൃഷ്ണൻ ഫോൺ ആരോ ഹാക്ക് ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥർക്ക് സന്ദേശമയക്കുന്നു. നവംബർ 3 ഹാക്ക് ചെയ്തവർ മുസ്ലിം ഉദ്യോഗസ്ഥരുടെ പേരിലും ഗ്രൂപ്പുണ്ടാക്കിയെന്ന് ഗോപാലകൃഷ്ണൻ അതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിടുന്നു. നവംബർ 4 ഫോൺ ഹാക്ക് ചെയ്തുവെന്നു കാട്ടി തിരുവനന്തപുരം CET പോലീസ് കമ്മീഷണർക്ക് ഗോപാലകൃഷ്ണൻ പരാതി നൽകുന്നു.
ഫോൺ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും അതിലുള്ള തന്റെ സ്വകാര്യ ശേഖരം നീക്കേണ്ടതിനാൽ ഫോൺ ഒരു ദിവസം കൂടി കയ്യിൽ വയ്ക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ മറുപടി. നവംബർ 5 ഫോൺ പോലീസിന് കൈമാറുന്നു. നവംബർ 6 ഫോണിൽ ഹാക്കിംഗ് നടന്നിട്ടില്ലെന്ന് വാട്സാപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റ പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ഗോപാലകൃഷ്ണൻ രണ്ടാമത്തെ ഫോണും അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. നവംബർ 7 ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ലെന്ന് പോലീസിനെ ഗൂഗിൾ അറിയിക്കുന്നു. നവംബർ 8 ഗോപാലകൃഷ്ണൻ ഫോൺ ഫോർമാറ്റ് ചെയ്ത് അതിലെ മുഴുവൻ വിവരങ്ങളും നീക്കിയതിനാൽ ഹാക്കിന് സ്ഥിരീകരിക്കാനാവില്ലെന്ന് പോലീസിന് ഫോറൻസിക് സംഘത്തിന്റെ റിപ്പോർട്ട്. നവംബർ 9 ഗോപാലകൃഷ്ണന്റെ ഫോണിൽ ഹാക്കിംഗ് നടന്നിട്ടില്ലെന്നും വിവാദ ഗ്രൂപ്പ് രൂപീകരിച്ച സമയത്ത് 2 ഫോണുകളും അദ്ദേഹത്തിന്റെ കൈവശം തന്നെയുണ്ടായിരുന്നുവെന്നും കാട്ടി ചീഫ് സെക്രട്ടറിക്ക് ഡിജിപിയുടെ റിപ്പോർട്ട്. നവംബർ 10 ഗ്രൂപ്പുണ്ടാക്കിയതിൽ ഗോപാലകൃഷ്ണൻ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും ഉചിത നടപടി സ്വീകരിക്കണമെന്നുമുള്ള ശുപാർശയോടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കു ചീഫ് സെക്രട്ടറി കൈമാറി. നവംബർ 11 കെ ഗോപാലകൃഷ്ണന് സസ്പെൻഷൻ. കോടതിയിലെത്തിയത് 1 മണിക്ക്, ജാമ്യമില്ലെന്നറിഞ്ഞതോടെ തളർന്നു. പ്രതിക്കൂടിന്റെ കൈവരി പിടിച്ച് താഴേക്കിരുന്നു. കൊച്ചി വയനാട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത് വൈകിട്ട് 7 മണിയോടെയാണ്. തുടർന്ന് അറസ്റ്റ്, ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷം രാത്രി തന്നെ മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കുമെന്നാണ് കരുതിയത്. എങ്കിലും വൈദ്യപരിശോധന മാത്രമാണ് രാത്രിയിൽ പൂർത്തിയാക്കിയത്. ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ മാധ്യമങ്ങളും ബോജെ അനുയായികളും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തും എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിസരത്തുമായി തമ്പടിച്ചു. 11 മണിക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുമെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ കോടതിയിൽ മറ്റ് കേസുകളുടെ തിരക്ക് ഉള്ളതിനാൽ ഇത് നീണ്ടുപോയി. ഒടുവിൽ 12:45 ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് കോടതിയിലെത്തി. 1 മണിയോടെ കോടതി സമുച്ചയത്തിന്റെ 1-ാം നിലയിലുള്ള കോടതി മുറിയിലേക്ക് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുന്നു. അഭിഭാഷകരും അനുയായികളും ഒപ്പമുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരു കേസിന്റെ വാദം നടക്കുകയാണ്. 20 മിനിറ്റോളം ബോബിയും മറ്റുള്ളവരും കോടതി മുറിയിൽ കാത്തിരിക്കുന്നു. തുടർന്ന് കേസ് വിളിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ പ്രതിക്കൂട്ടിലേക്ക് കയറി നിന്നു. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, പരുക്ക് വല്ലതുമുണ്ടോ എന്ന് ജഡ്ജിയുടെ ചോദ്യം. 2 ദിവസം മുൻപ് ഒന്ന് വീണിരുന്നെന്നും കാലിനും നട്ടെല്ലിനും പരുക്കുണ്ട്, അൾസർ പ്രശ്നമുണ്ടെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ മറുപടി. പോലീസ് ഉപദ്രവിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി. തുടർന്ന് അഭിഭാഷകർ വാദം തുടങ്ങുന്നു. ആദ്യം പ്രതിഭാഗത്തിന്റെയും പിന്നീട് പ്രോസിക്യൂഷന്റെയും വാദം. ഈ സമയത്തെല്ലാം ബോബി പ്രതിക്കൂട്ടിൽ തന്നെ. ഉച്ചയ്ക്ക് 2:15 വാദം സമാപിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വിധി പറയാമെന്ന് കോടതി അറിയിക്കുന്നു. ഇതോടെ ബോബി പ്രതിക്കൂട്ടിൽ നിന്നിറങ്ങി കോടതി മുറിക്കുള്ളിലെ കസേരയിൽ വന്നിരിക്കുന്നു. 1-2 കേസുകൾ കൂടി കേട്ട ശേഷം കോടതി ഉച്ചഭക്ഷണത്തിനായി പിരിയുന്നു. കോടതി മുറിക്കുള്ളിൽ ഇരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരുമായി ചർച്ചകൾ നടത്തുന്നു. ഇതിനിടെ അനുയായികൾ കൊണ്ടുവന്ന് ജ്യൂസ് കുടിച്ചു. ചർച്ചകൾ തുടരുന്നു. ബോബി കോടതി മുറിക്കുള്ളിൽ തന്നെ തുടർന്നു. വൈകിട്ട് 4:45 ആയപ്പോൾ ജഡ്ജി വീണ്ടും എത്തുന്നു. ഇതോടെ ബോബി ചെമ്മണ്ണൂർ വീണ്ടും പ്രതിക്കൂട്ടിലേക്ക്. ജാമ്യം അനുവദിക്കാനാവില്ലെന്നും 14 ദിവസത്തെ റിമാൻഡ് എന്നും കേട്ടതോടെ പ്രതിക്കൂടിന്റെ കൈവരിയിൽ പിടിച്ച് ബോബി ചെമ്മണ്ണൂർ താഴേക്ക് തളർന്നിരിക്കുന്നു. ആഹാരം കഴിച്ചിരുന്നോ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്ന് ജഡ്ജി അന്വേഷിക്കുന്നു. 2 തവണ വൈദ്യ പരിശോധന നടത്തിയതാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പോലീസ് അറിയിക്കുന്നു. തുടർന്ന് പോലീസും അനുയായികളും ചേർന്ന് ബോബിയെ എഴുന്നേൽപ്പിച്ച് തൊട്ടടുത്തുള്ള ഓഫീസ് മുറിയിലിരുത്തുന്നു. അരമണിക്കൂറിലേറെ ഇവിടെ കഴിഞ്ഞ ശേഷം ബോബിയുമായി പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക്. ECG, എക്സ്റേ, BP അടക്കമുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കി 6:30 ബോബിയുമായി പോലീസ് പുറത്തേക്ക് വരുമ്പോൾ അനുയായികൾ വലിയ പ്രതിഷേധത്തിൽ. മാധ്യമപ്രവർത്തകരുടെ മൈക്ക് തട്ടിമാറ്റിയും അവരെ തള്ളിമാറ്റിയും പോലീസിന് നേരെ ആക്രോശിച്ചും അനുയായികളുടെ രോഷപ്രകടനം. ബോബിയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ ഇത് തടയാനും പോലീസ് ജീപ്പ് തടയാനും ശ്രമം. ഇതോടെ പോലീസ് ചെറിയ തോതിൽ ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റുന്നു. ബോബി ചെമ്മണ്ണൂരിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അങ്ങനെയൊരാളെയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതെന്നും പ്രതിഷേധക്കാർ. ഇത് വകവയ്ക്കാതെ ബോബിയുമായി പോലീസ് കാക്കനാട് ജില്ലാ ജയിലിലേക്ക്. കിട്ടിയ വാഹനങ്ങളിൽ അനുയായികളും പോലീസ് ജീപ്പിനെ പിന്തുടരുന്നു. വൈകിട്ട് 7:15 ബോബിയുമായി പോലീസ് ജീപ്പ് ജയിൽ പരിസരത്തെത്തുന്നു. തന്റെ കാലിന് പരിക്കുണ്ടെന്നും പ്രഷർ താഴ്ന്നു പോയത് ഇപ്പോൾ നേരെയായെന്നും ബോബി മാധ്യമങ്ങളോട്. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും നാളെ ജാമ്യത്തിന് ജില്ലാ കോടതിയെ സമീപിക്കുമെന്നും ബോബി പറഞ്ഞു. ശേഷം ബോബിയുമായി പോലീസ് ജയിലിനകത്തേക്ക്. ഹണി റോസ് പരാതി നൽകുമ്പോൾ വയനാട്ടിലായിരുന്ന ബോബി ചെമ്മണ്ണൂർ 48 മണിക്കൂർ തികയുമ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലെത്തി. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025 മുതൽ 26 വരെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമപഞ്ചായത്ത് തല വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാറ്റുക, വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ആക്കി മാറ്റുക, ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ആക്കി മാറ്റുക, കാർഷിക മേഖലയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെയും നൂതന സംരംഭങ്ങളുടെ ആരംഭത്തിലൂടെയും സാമ്പത്തികമായി സുസ്ഥിരമാക്കുക,
ഗ്രാമീണ ടൂറിസം പദ്ധതികളെ പ്രോത്സാഹിപ്പിക്കുക, ക്ലീൻ കോടഞ്ചേരി ക്യാമ്പയിൻ ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുക എന്നീ ലക്ഷ്യങ്ങൾ പൂർണ്ണത കൈവരിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ യോഗത്തിൽ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ജില്ലാ ആസൂത്രണ സമിതി അംഗം അംബിക മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർമാരായിരിക്കുന്ന റോയി കുന്നപ്പള്ളി, ബുഷറ ഷാഫി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ വിജയൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ചൽസ തയ്യിൽ, ചിന്ന അശോകൻ, റിയാനസ് സുബൈർ, ഷാജി മുട്ടത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി അനിതകുമാരി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തമ്പി പറകണ്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. 14 വിഷയ മേഖലകളെ അടിസ്ഥാനമാക്കി നടന്ന ചർച്ചയിൽ നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാർ, ചെയർമാൻമാർ, മറ്റ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള ഗ്രാമസഭകൾ ജനുവരി 12 മുതൽ 19 വരെയുള്ള തീയതികളിൽ സംഘടിപ്പിക്കുവാനും മേൽ മീറ്റിംഗുകളിൽ വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത് ഗ്രാമസഭ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. മാനേജ്മെന്റ് ഫെസ്റ്റ് ഓഗ്മെന്റ് നടത്തി. തിരുവമ്പാടി അൽഫോൻസ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ഓൾ കേരള മാനേജ്മെന്റ് ഫെസ്റ്റ് ഓഗ്മെന്റ് നടത്തി. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മാനേജ്മെന്റ് ഗെയിമുകളിൽ വിജയിച്ച വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കാഷ് അവാർഡും മെഡലും സ്ഥാപനങ്ങൾക്ക് മെമന്റോയും നൽകി. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മനോജ് കൊല്ലംപറമ്പിൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ചാക്കോ കാളംപറമ്പിൽ സമ്മാനദാനം നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ സെബാസ്റ്റ്യൻ ചെറിയാൻ, കൊമേഴ്സ് വിഭാഗം മേധാവി സാനി തോമസ്, സ്റ്റാഫ് കോർഡിനേറ്റർ ഷിജി ഫ്രാൻസിസ്, കെ ദീപേഷ്, കെ ധന്യ, അമൻജ ഷാജി, അജിൽ മാത്യു, എബിൻ സണ്ണി, മുഹമ്മദ് ജാസിം എന്നിവർ പ്രസംഗിച്ചു. നെല്ലിപ്പൊയിൽ സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും ഗ്രോട്ടോ വെഞ്ചരിപ്പും നടത്തി. നെല്ലിപ്പൊയിൽ മഞ്ഞുവയൽ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളി തിരുനാളിന് മുന്നോടിയായി ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഗ്രോട്ടോ വെഞ്ചരിപ്പ് കർമ്മവും തുടർന്ന് പുതിയതായി നിർമ്മിച്ച സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പു കർമ്മവും ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട താമരശ്ശേരി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോയ്സ് വയലിൽ നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോർജ് കറുകമാലിൽ സഹകാർമ്മികനായിരുന്നു. തുടർന്ന് ഇടവക ദിനാചരണവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. മുണ്ടൂർ പാലം 2 കോടിയുടെ പാലത്തിന് ടെൻഡറായി. മുണ്ടൂർ പാലം യാത്രാക്ലേശത്തിന് അറുതി, വെള്ളപ്പൊക്ക ഭീഷണിക്കും. കോടഞ്ചേരി, നെല്ലിപ്പൊയിൽ, ആനക്കാമ്പൊയിൽ മേഖലകളെ ബന്ധിപ്പിക്കുന്ന മുണ്ടൂർ പാലം യാഥാർത്ഥ്യമാകുന്നതും കാത്തുമേഖലയിലെ ജനങ്ങൾ. ലിൻഡോ ജോസഫ് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പാലത്തിന്റെ ടെൻഡറായി. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന ദിവസം വെള്ളിയാഴ്ചയാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ 2 മാസത്തിനുള്ളിൽ നിർമ്മാണം തുടങ്ങാനാണ് ശ്രമം. നിർദ്ദിഷ്ട പാലത്തിന് 14 മീറ്റർ നീളവും ഫുട്പാത്ത് ഉൾപ്പെടെ 9.70 മീറ്റർ വീതിയുമുണ്ട്. നിലവിലുള്ള ബണ്ട് പാലത്തോട് ചേർന്നാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം. നാരങ്ങാത്തോട് ആനക്കാമ്പൊയിൽ റോഡുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാമ്പൊയിൽ, നെല്ലിപ്പൊയിൽ മേഖലയിലുള്ളവർക്ക് പുല്ലൂരാമ്പാറ ചുറ്റാതെ കുറഞ്ഞ ദൂരത്തിൽ ഇരുവശത്തേക്കും യാത്ര ചെയ്യാൻ സാധിക്കും. പാലത്തിന്റെ നിർമ്മാണവും റോഡിന്റെ വികസനവും പൂർത്തിയാകുന്നതോടെ മേഖലയിലെ വിനോദസഞ്ചാരത്തിനും പുതിയ റൂട്ട് ഊർജ്ജം പകരും. 1991-ലാണ് നിലവിലുള്ള ബണ്ട് പാലം നിർമ്മിച്ചത്. തോട്ടിൽ തൂണുകൾ ഉറപ്പിച്ചിട്ടുള്ള ബണ്ട് പാലത്തിന് അടിയിലൂടെ കുറഞ്ഞ അളവിലെ വെള്ളം ഒഴുകിപ്പോവുകയുള്ളൂ. മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് ഇത് ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് പലതവണ പാലത്തിനു മുകളിലൂടെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. പുതിയ പാലം വരുന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണിക്കും പരിഹാരമാകും. മുണ്ടൂരിൽ നിന്നും ആനക്കാമ്പൊയിൽ റോഡിലേക്ക് 3 കിലോമീറ്റർ ദൂരമേയുള്ളൂ. പ്രസ്തുത റോഡ് 10 മീറ്ററായി വികസിപ്പിക്കുന്നതിന് ജനങ്ങൾ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയിട്ടുമുണ്ട്. പാലത്തിനൊപ്പം റോഡിന്റെ വികസനവും പൂർത്തിയാകുന്നതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയൊരളവിൽ പരിഹാരമാവും. കോടഞ്ചേരി മേഖലയിൽ നിന്നും നിർദ്ദിഷ്ട തുരങ്കപാതയിലേക്ക് എളുപ്പദൂരത്തിൽ എത്തിച്ചേരാനും ഈ റോഡ് സഹായകരമാകും. താമരശ്ശേരിയിൽ അഗ്നിബാധ, അടിക്കാടിന് തീപിടിച്ചു. താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപം താമരശ്ശേരി ക്ലബിനോട് ചേർന്ന് വിവിധ ആളുകളുടെ കൈവശമുള്ള 10 ഏക്കറോളം സ്ഥലത്താണ് അടിക്കാടിന് തീപിടിച്ചത്. മുക്കത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും താമരശ്ശേരി പോലീസും സ്ഥലത്തെത്തി തീയണച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.